ഡാർലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാഷ്യൂനട്ടിൻ്റെ ഒരു കറിയാണ്, ഒരു നാടൻ കറി. അത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കിലോ കാഷ്യൂനട്ടുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുന്നതിനും വരെ നമുക്ക് വേവിക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിക്ക അരിഞ്ഞതും നമുക്കിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇങ്ങോട്ടിടാം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് ആവി കയറ്റാം. അത് ആവി വരട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ, ഒരു കപ്പ് തേങ്ങ ഒന്ന് വറക്കാം. വറുത്ത ആ കറിക്ക് ചേർക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഇച്ചിരി കരിയാപ്പിലയും കൊണ്ടിടാം. തേങ്ങ ഇവിടെ വറുത്തിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതങ്ങോട്ടിടാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഇനി ഇതൊന്ന് ആറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കാഷ്യൂനട്ടും ഒരു ആവി വന്നിട്ട്, ഒരു വിസിൽ വന്നിട്ട് ഇരിപ്പുണ്ട്. അതും ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇത് അരച്ച് കറി ഉണ്ടാക്കാം. തേങ്ങ വറുത്ത് ആറി മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കാഷ്യൂനട്ട് വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കത് ആ വെള്ളത്തോടു കൂടി പാത്രത്തിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയും എല്ലാം കൂടെ, മുളകും എല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടാം. നമുക്കതിനെ കടുക് വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇച്ചിരി കടുക് അങ്ങോട്ടിടാം. ഉള്ളി അങ്ങോട്ടിടാം. ഈ കടുക് വറുത്തത് ഇവിടെ ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിനി അത് കറിയിലേക്ക് ഒഴിക്കാം. കാഷ്യൂനട്ടിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയായി കറിക്ക്. ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം നമുക്ക് കൂട്ടാൻ നല്ല ഒരു നാടൻ കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ബായ്.